സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം വായിക്കാം. അതിനു മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്നു കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മനുഷ്യരെ നോക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർ ഭയത്തിന് ഇരയായിട്ട് പോകുന്നത് കാണാം. ഭാവിയെക്കുറിച്ചുള്ളതായ ഭയം, മരണത്തെക്കുറിച്ചുള്ള ഭയം, എന്തു സംഭവിക്കുമെന്നുള്ള ഭയം. എല്ലാ പ്രതിസന്ധികളിലും, ചെറിയ ചെറിയ ശോധനകളിലും ചെറിയ ഒരു കഷ്ടത വരുമ്പോൾ ഭയമാണ്, ഭയമാണ്, ഭയമാണ്. എനിക്ക് ഭയം ഉണ്ട് എന്ന് പറയുന്നവർ കൈ ഉയർത്തുക. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഭയമുണ്ട്. നിങ്ങൾ കൈ ഉയർത്തിയാലും ഇല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഭയമുണ്ടെന്ന്. ചില ആളുകളുടെ ഭയം വെളിയിൽ കാണുവാൻ കഴിയും, എന്നാൽ മറ്റു ചിലരാണെങ്കിൽ ഭയം പുറത്ത് കാണിക്കാതെ ഇരിക്കുന്നത് കാണാം. ചിലർ ഭയപ്പെടുകയാണെങ്കിൽ ഭയപ്പെട്ട് എന്ന് കരയും. മറ്റു ചിലർ ഭയപ്പെട്ടാൽ വായ് തുറന്ന് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കും. എങ്ങനെയാണ് ഭയം വന്നതെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ വെച്ച് കൽപ്പന ലംഘിച്ചതായ സമയത്ത് ഭയം ആദ്യമായി ഉണ്ടാകാനിടയായി. ആദാമേ, നീ എവിടെയാണ്? ആദാമേ എന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ ആദാം ഓടിച്ചെല്ലുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആ ദിവസം ആദാമിനെ കാണുവാനില്ല. ആദാമേ, നീ എവിടെയാകുന്നു? നിന്നെ ഭയപ്പെട്ടിട്ട് മരത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തിനാണ് മോനെ നിനക്ക് എന്നോട് ഭയമുണ്ടായത്? ഞാൻ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവമാണല്ലോ. നിനക്ക് വേണ്ടി മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ചതായ ദൈവമാണല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നീ എത്ര സന്തോഷത്തോടുകൂടിയാണ് എൻ്റെ അടുക്കൽ വന്ന് പെരുമാറിയുന്നത്. ഇപ്പോൾ എവിടുന്ന് നീ ഭയമുണ്ടായി? ഞാൻ തിന്നരുത് എന്ന് കൽപ്പിച്ച പഴം നീ കഴിച്ചോ? നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ തന്നപ്പോൾ ഞാൻ കഴിച്ചു. അറിവില്ലായ്മ കൊണ്ട് കഴിച്ചതാണെന്ന് പറഞ്ഞുകൂടെ? ഒരിക്കലുമില്ല. ഭയത്തോടൊപ്പം തന്നെ നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനും ശീലിക്കാനിടയാകും. എന്തുകൊണ്ടാണ്? നീ മോഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല, അവനാണ് മോഷ്ടിച്ചത്. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ മോഷ്ടിച്ചത് ഇവനാണ്. എന്നാൽ കുറ്റം അവന്റെ മേലിട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഭയത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വഞ്ചനയും ഉണ്ടാകാനിടയാകും. എന്തിനു നീ കള്ളം പറഞ്ഞു? എനിക്ക് ഭയം വന്നു, അതുകൊണ്ടാണ് കള്ളം പറഞ്ഞതെന്ന് പറയുന്നു. എന്താണ് ഭയം കാരണം? എന്തു ചെയ്യുന്നു? കള്ളം പറയുവാനിടയാകുന്നു. ഭയം കാരണം അവന്റെ ജീവിതത്തിൽ ദോഷമുണ്ടായി. അന്നു മുതൽ ഇപ്പോഴും ഭയം മനുഷ്യനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. ജീവിതകാലം മുഴുവനും മരണഭയത്തിന് അടിമകളായവരെ, മരണത്തിന്റെ ബലത്തെയും മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെയും മരണത്താൽ തന്നെ ജയിച്ച് മനുഷ്യനെ വിടുവിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ലോകത്തിലേക്ക് ജഡത്തിൽ അവതരിക്കുവാനിടയായി. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ 365 തവണ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട എന്ന് എഴുതിയിട്ടുണ്ട്. അറിയാമോ? അതായത് എല്ലാ ദിവസവും ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. യഥാർത്ഥത്തിൽ ഈ കാലത്തുണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണം എന്താണെന്നറിയാമോ? ഭയമാണ്. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് സ്കാനിങ്ങും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ രോഗമുണ്ടായിരുന്നോ എന്ന് അറിയുകയില്ല. അതുകൊണ്ട് ആ രോഗത്തെക്കുറിച്ച് അവർ കൂടുതലായിട്ട് ചിന്തിച്ച് അതിനെ വലിയ വിഷയമാക്കി മാറ്റിയിരുന്നില്ല. എന്നാൽ ഇന്നെന്താണ് സംഭവിക്കുന്നത്? BP ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കയ്യിലത് ചുറ്റാനിടയാകും. പിഷുവും പിഷുവും BP ഉണ്ടോ? BP കാണുമോ? BP കാണുമോ? കാണും. BP വന്നു.
പിന്നെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ബി പി ആണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അയ്യോ എനിക്ക് ബി പി ആണ്, അയ്യോ ബി പി ആണ്, തല കറങ്ങുന്നുണ്ട്, അയ്യോ ഞാൻ മരിച്ചു പോകുമോ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ബി പി ഉണ്ടാകാനിടയാകും. അനേകം രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണം ഭയമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടരുത്. ആകുലപ്പെടുന്നത് കൊണ്ട് മനുഷ്യന് ഭയമുണ്ടാകാനിടയാകും. എന്തുകൊണ്ടാണ് ആകുലത എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ മരിച്ചുപോയാൽ എൻ്റെ കുട്ടികളെ ആര് നോക്കും? ഞാൻ പ്രായമായാൽ എന്നെ ആര് നോക്കാനിടയാകും? അപകടം സംഭവിക്കുമായിരിക്കുമോ? പരീക്ഷയ്ക്ക് തോറ്റുപോകുമോ? ഒരു കുട്ടിയാണെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റുപോകുമോ എന്നുള്ള ഭയത്താൽ റിസൾട്ട് പോലും നോക്കാൻ മിനക്കെടാതെ ട്രെയിനിന്റെ കീഴിൽ തലവെച്ച് മരിക്കാനിടയായി. പിന്നീട് നോക്കിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുന്നുവെന്ന്. എന്താണ്? ഭയമാണ്. ഒരുപാട് ആളുകളെ ഭയം ഞെരുക്കുന്നുണ്ട്. എന്നാൽ ഭയമില്ലാത്ത ആളുകളും ഇവിടെയുണ്ട്. ഭയമുണ്ട്. എങ്ങനെയുള്ള ഭയമാണ്? ഒരു ഭയത്തെക്കുറിച്ച് പറയാമോ? ദേവദാസന്മാരെക്കാളിലും നിങ്ങളുടെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളുള്ളത്. കാരണം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുള്ളത്. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞങ്ങൾ പ്രസംഗങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ബൈബിളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥമായ പ്രസംഗം. അതല്ലാതെ ആകാശത്തെയും മറ്റെന്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതല്ല, 100 റെഫറൻസുകൾ പറയുന്നതല്ല. നിങ്ങളുടെ മനസ്സിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വചനത്തിൽ നിന്ന് കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥ പ്രസംഗം. ദൈവവചനമാണ് നമുക്ക് ആവശ്യം. മറ്റൊരു ഭയത്തെക്കുറിച്ച് പറയൂ. കടഭാരത്തെക്കുറിച്ചുള്ള ഭയം. വളരെ സങ്കടത്തിലായിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? കടം കൂടിയിരിക്കുകയാണ്. ആഹാരം വെച്ചുണ്ടാക്കിയാൽ അത് കഴിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നില്ല. നിരാശയിലായിരിക്കുന്നു. കടഭാരമുള്ളവർ ദയവ് ചെയ്ത് കൈ ഉയർത്തുക. കൈ ഉയർത്തിയാണെങ്കിൽ നിങ്ങളുടെ കടഭാരം മാറും. അല്ലെങ്കിൽ അത് പലിശ ഉൾപ്പെടെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം. എന്നെയല്ല കൈകൾ കാണിക്കുന്നത്, നിങ്ങളുടെ ദൈവത്തെയാണെന്ന് ഓർക്കണം. അബ്ബാ, ഈ മത്സ്യത്തിൽ ഒരുപാട് മീൻ കിട്ടുമെന്ന് എനിക്കറിയാം. ഈ ഗ്രാമത്തിൽ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇത്രമാത്രം കടഭാരമുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കടം നമുക്കൊരു കെണിയാണ്. കടം വാങ്ങുന്ന സമയത്ത് നല്ല രസമായിരിക്കും. എന്നാൽ അത് തിരിച്ചടയ്ക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ദൈവത്തിന്റെ കയ്യാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവിക നന്മ പ്രാപിച്ചവൻ കടം കൊടുക്കും, എന്നാൽ കടം വാങ്ങുവാൻ ഇടയാകില്ല. ഈ ദിവസം മുതൽ ദൈവത്തോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ കടം വാങ്ങിയതെന്ന് എനിക്കറിയില്ല. മനുഷ്യർ കൂടുതലും സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് കടം വാങ്ങുന്നത്. മദ്യപിക്കുന്നതിനായി കടം വാങ്ങുന്നവരുണ്ട്. ഒരാൾ മദ്യപിക്കുന്നതിന് വേണ്ടി ആ നാട്ടിലുള്ള സകല മനുഷ്യരോടും കടം വാങ്ങി. വീട്ടിലുള്ള തൻ്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചു. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൊടുത്തു. വെളിയിൽ അറിയാവുന്ന ആളുകളോടെല്ലാം കടം വാങ്ങാനിടയായി. ഇപ്പോൾ പണമില്ല, ആരും കടം കൊടുക്കുന്നില്ല. എന്താണ്? കിഡ്നി കൊടുത്തിട്ട് മദ്യപിക്കുവാൻ ആരംഭിച്ചു. ശരീരത്തിലെ ബ്ലഡ് കൊടുത്തിട്ട് മദ്യപിക്കുവാൻ തുടങ്ങി. നോക്കൂ, എത്ര ദയനീയമായ ക്രൂരമായ അവസ്ഥയാകുന്നു. ദുശീലങ്ങൾക്ക് അടിമയായ വ്യക്തികൾ കടഭാരത്തിൽ അകപ്പെടും. മദ്യപാനികൾക്ക് രോഗത്തോടൊപ്പം അവർക്ക് കടഭാരവുമുണ്ട്. കടവുമുണ്ടവർക്ക്. പറയൂ, രോഗങ്ങളും ഉണ്ട്. അവർ കുടി ഉപേക്ഷിക്കുമോ? ഒരു മദ്യപാനിക്ക് എന്തു സന്തോഷമാണുള്ളത്? മദ്യപാനിയാണെങ്കിൽ ആദ്യം മദ്യപിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി കുരങ്ങനെ പോലെ ഹാ ഹാ എന്നൊക്കെ ഡാൻസ് കളിക്കും. കുറച്ചുകൂടി ലഹരി പിടിച്ചാൽ സിംഹത്തെ പോലെ ഗർജിക്കുമെന്നാണ്. ഏയ് ഏയ് ആരാടാ എന്താടാ എന്നൊക്കെ ചോദിക്കും. ഇനിയും കുറച്ചുകൂടെ മത്ത് പിടിച്ചാൽ പന്നി പോലെ ആയിത്തീരുമെന്നാണ്. എവിടെയെങ്കിലും ഒക്കെ വീണ് കിടന്നുറങ്ങുന്നത് കാണാം. അത് റോഡിലാണെങ്കിലും കുഴിയിലാണെങ്കിലും. ലഹരി വിട്ടിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പൂച്ചയെപ്പോലെ ആകുമെന്നാണ്. ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് മിണ്ടാതെ വീട്ടിലേക്ക് പോകും. മദ്യപാനം വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ആർക്കു കഷ്ടം, ആർക്കു ദുഃഖം, ആർക്കാണ് അനാവശ്യമായ മുറിവുകൾ ഉള്ളത്? റോഡിൽ മദ്യപിച്ചിട്ട് തലയും കുത്തി വീഴാനിടയായി. ആർക്കു കലഹം? ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമാണ്, നാട്ടുകാരുമായിട്ട് വഴക്കാണ്. അത് കഴിഞ്ഞാൽ മദ്യപാനത്തിന്റെ ലഹരി എന്തു സംസാരിക്കുന്നു എന്നവന് അറിയില്ല. മദ്യപിക്കുന്ന വ്യക്തികൾക്കാണ് ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുന്നത്. വിഷപ്പാമ്പിനെ പോലെ അത് കടിക്കുവാൻ ഇടയാകും. മദ്യപിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെല്ലാം സംഭവിച്ചാലും നീ അറിയില്ല. എന്നാൽ അതിനുശേഷം നിന്റെ ജീവിതത്തിന് വേദന അനുഭവിക്കും.
കടം വാങ്ങി മദ്യപിക്കുന്ന ആളുകൾക്ക് ഈ ദിവസം, കടം വാങ്ങി മദ്യപിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ ദിവസം കർത്താവ് വിടുതൽ കൊടുക്കുവാൻ പോവുകയാണ്. നീ മാനസാന്തരപ്പെടുകയാണെങ്കിൽ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞാൽ, എൻ്റെ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞു കർത്താവേ, എന്നോട് നീ ക്ഷമിക്കണമേ, എൻ്റെ മദ്യപാനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നു നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിന്നോട് ക്ഷമിക്കുന്നതിന്, നിന്നെ നീതിമാനാക്കി മാറ്റുന്നതിന്, അന്ന് ക്രൂശിൽ കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവ് ഇന്നൊരുക്കത്തോടെയായിരിക്കുന്നു. മോനിക്ക എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്കൊരു ആൺകുട്ടി ജനിച്ചത്. ആ മകന് അഗസ്റ്റിൻ എന്ന പേരിടുവാനിടയായി. കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ആ മകൻ വളർന്ന് വലുതായപ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാനിടയായി. മദ്യപാനിയായിട്ട് മാറി, വ്യഭിചാരിയായിട്ട് മാറി. മാതാവ് എത്രമാത്രം കരഞ്ഞാലും എത്രമാത്രം പറഞ്ഞാലും അനുസരിക്കാതെ തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. എന്നാൽ ആ മാതാവ് കണ്ണുനീരോടുകൂടി നിരന്തരമായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി. ഒരു ദിവസം അവൻ വേശ്യയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ഇനിയും ഇരുട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ റോഡിൽ കൂടി ഇറങ്ങി മുൻപോട്ട് നടക്കുവാനിടയായി. അപ്പോൾ ആ വഴികരിയിൽ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുകയാണ്. സുവിശേഷവേല ചെയ്യുന്ന ആളുകൾ റോഡിൽ പരസ്യയോഗമൊക്കെ സംഘടിപ്പിച്ച പാട്ടുകളൊക്കെ പാടി അങ്ങനെ ചെയ്യുന്ന ഒരു ചെറിയ മീറ്റിംഗ് ആയിരുന്നു അത്. പാട്ട് കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പാട്ട് കേട്ട് അത് കഴിഞ്ഞ ശേഷം അവിടെയുള്ളതായ ഒരു ദൈവദാസൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോൾ തിരിച്ചു പോകുവാൻ അവന് കഴിയുന്നില്ല. ആരോ പിടിച്ചു നിർത്തിയതുപോലെ തോന്നുകയാണ്. എന്താണെന്നറിയാമോ? അവിടെ മാതാവ് ചെയ്യുന്ന പ്രാർത്ഥന, ആ അമ്മയുടെ പ്രാർത്ഥന കാരണം ഇവിടെ മകന്റെ കാലുകൾ അനങ്ങുവാൻ കഴിയുന്നില്ല. ആ ദൈവവചനം അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ചു കളയുകയാണ്, എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വരേണ്ട ശിക്ഷ യേശുക്രിസ്തു വഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ റോഡിൽ തന്നെ അവൻ മുഴങ്കാലിലിരിക്കാനിടയായി. ആ ദൈവദാസൻ അവനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഈ മദ്യപാനത്തിൻ്റെ ദുശീലത്തിൽ നിന്നും, ഈ ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്നും, ഈ ദുശീലങ്ങളിൽ നിന്നുമെല്ലാം അവനെ വിടുവിക്കൂ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവന് വിടുതൽ കൊടുക്കുവാനിടയായി. പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേറ്റപ്പോൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി. എൻ്റെ അമ്മയോട് പോയി പറയണം, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അമ്മ എനിക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സംഗതി ആദ്യം അമ്മയോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞ് വേഗത്തിൽ വഴിയിൽ കൂടി പോകുമ്പോൾ ആ വേശ്യ അവനെ കണ്ടു. അവൻ പലപ്പോഴും അവളുടെ അടുക്കൽ പോകുമായിരുന്നു, അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, അവൾക്ക് അടിമയായി പോയിരുന്നു. അവൾ ആ മുറ്റത്തിരുന്നു കൊണ്ട് അവൻ ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിച്ച് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അവൻ അവളുടെ മുറ്റവും കഴിഞ്ഞിട്ട് മുൻപോട്ട് പോകുവാനിടയായി. അവൾ വെളിയിൽ വന്ന് നോക്കി. അവൻ മുൻപോട്ട് കടന്നു പോകുന്നത് കണ്ട്, അഗസ്റ്റീൻ, അഗസ്റ്റീൻ, ഐ ആം ഷീ എന്ന് പറഞ്ഞു. അഗസ്റ്റീൻ, ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അവൾ ഞാൻ തന്നെയാകുന്നു എന്ന് അവൻ തിരിഞ്ഞുപോലും നോക്കാതെ പറയാനിടയായി. യു മേ ബി ഷീ ബട്ട് ഐ ആം നോട്ട് ഹീ. നീ അവൾ തന്നെ ആയിരിക്കാം, എന്നാൽ ഞാൻ മാത്രം അവൻ അല്ല. ആ പഴയ വ്യഭിചാരിയല്ല, ആ പഴയ മദ്യപാനിയല്ല, ആ പഴയ വ്യക്തിയല്ല. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ വ്യക്തിയാണ്. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. വളരെ നീചമായി ജീവിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം മാനസാന്തരപ്പെട്ട പിന്നീട് ആദിമസഭയിൽ സെന്റ് അഗസ്റ്റീൻ, വിശുദ്ധനായ അഗസ്റ്റീൻ എന്ന് വിളിക്കപ്പെട്ടു. അത്രമാത്രം വലിയൊരു ആത്മീയനായിട്ട് നല്ല ദൈവദാസനായി മാറി. അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുകയാണ്, എൻ്റെ അമ്മയുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ പ്രവാഹത്തിൽ ഞാൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും പിശാചിന്റെ വലയിൽ നിന്ന് ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ആ പ്രാർത്ഥനയുടെ പ്രവാഹത്തിൽ ഒഴുകി വരാനിടയായി. എന്താണ് അമ്മയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ പ്രവാഹത്തിൽ ഒഴുകി വരുവാനിടയായി എന്നാണ് പറയുന്നത്. ഇന്ന് എത്ര ആളുകൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഭർത്താവിനോട് വഴക്കുണ്ടാക്കുകയല്ലാതെ, മകനോട് വഴക്കുണ്ടാക്കുകയല്ലാതെ, വീട്ടിൽ വന്നു കയറുമ്പോൾ സമാധാനം കൊടുക്കില്ല, ഇറങ്ങിപ്പോ എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും സമാധാനമില്ലാതെ കുടിക്കാൻ പോകും. അവർ വീട്ടിൽ വന്ന് കയറുമ്പോഴെങ്കിലും, മദ്യപാനികളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കാരണം
ഞാൻ ഇതുവരെ മദ്യപിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അനേകം മദ്യപാനികളായ വ്യക്തികളുടെ മധ്യയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് മദ്യത്തിൻ്റെ ഗന്ധം അടിക്കുന്ന സമയത്തും അവരുടെ കൂടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാനിടയായി. എന്തിനാണ് കുടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? മദ്യപിക്കാതിരിക്കുമ്പോഴേ ഞാൻ ചോദിക്കുള്ളൂ. മദ്യപിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയില്ല. മദ്യപാനത്തിലായിരിക്കുമ്പോൾ ചോദിക്കരുത്. മദ്യപിക്കാതിരിക്കുമ്പോൾ ചോദിക്കൂ. അവരെ കൂട്ട് നല്ലവർ ലോകത്തിൽ മറ്റാരും തന്നെയില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, മദ്യപാനികളെ നോക്കുമ്പോൾ അവരെ പോലെ നല്ല സ്വഭാവമുള്ള ആളുകൾ ലോകത്തെങ്ങും തന്നെ കാണില്ല. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. അവർ എത്ര നല്ലവരാണെന്നറിയാമോ? ഒരിക്കലും അവർ ആ ചാരായത്തെ വേണ്ട എന്ന് പറയില്ല. എന്ന് പറയല്ലാതെ എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല എന്ന് പറയില്ല. ആ ചാരായത്തിന് എന്തെങ്കിലും ദുഃഖമുണ്ടാകുമോ? അത് കൊണ്ടുവന്ന കൂട്ടുകാരന് സങ്കടമായി തീരുമോ? അവരോടൊപ്പം കുടിച്ചില്ലെങ്കിൽ വിഷമമായി തീരുമോ? അതുകൊണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാടാ ഞാൻ കുടിക്കുന്നത്, എങ്കിൽ വരൂ എന്ന് പറഞ്ഞ് അത്ര നല്ല വ്യക്തികൾ ആകുന്നു. അവർ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് ചോദിക്കുക, എന്തിനാണ് നിങ്ങളിങ്ങനെ മദ്യപിക്കുന്നത്? എന്തോ ചെയ്യാനാണ്, മദ്യപിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ്, വളരെ ദുഃഖമാണ്. എന്നാൽ പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാലോ, ആരാടാ നീ, എന്താടാന്ന് ചോദിക്കും. മദ്രാസിൽ ദൈവവേല ചെയ്തപ്പോൾ ഒരുപാട് മദ്യപാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യപിച്ച് റോഡിൽ കൂടി നടക്കുന്നവർ, റോഡിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, അങ്ങനെയുള്ള അനേകം ആളുകൾ ഇന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നു. അവരുടെ മക്കൾ സഭയിൽ വരുന്നുണ്ട്. നീ മദ്യപാനിയാണെങ്കിൽ നിന്റെ മക്കൾക്ക് നീ ശാപമായി തീരുകയാണ്. നിനക്ക് വേണ്ടിയല്ലെങ്കിലും നിന്റെ മക്കളെ ഓർത്തെങ്കിലും നീ മദ്യപാനം ഉപേക്ഷിക്കണം. വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടായിട്ടും ഇപ്പോഴും നീ മദ്യപാനത്തിന് അടിമയായി തന്നെ ജീവിക്കുകയാണോ? ദൈവസന്നിധിയിലേക്ക് വരിക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിട്ടുകളയരുത്. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ബ്രാൻഡിയും വിസ്കിയും ഒക്കെ കുടിക്കുമായിരുന്നു. ഒരു എഞ്ചിനീയറായിട്ട്, ഡെപ്യൂട്ടി എഞ്ചിനീയറായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം കാക്കനാട് എന്ന സ്ഥലത്ത് ജോലിയോട് സംബന്ധിച്ച് വരികയും അവിടെ തന്നെ സെറ്റിൽഡ് ആവുകയും ചെയ്യാനിടയായി. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ക്ലബ്ബിൽ പോയിട്ട് ചീട്ട് കളിക്കുകയും വെളുക്കോളം മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. വെളുപ്പാങ്കാലത്തായിരുന്നു ജീപ്പിൽ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്കപ്പോൾ 16-17 വയസ്സായിരുന്നു പ്രായം. എൻ്റെ അമ്മയാക്കാലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവിനെ മാറ്റണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. 8 പേർ മക്കളായിരുന്നു ഞങ്ങൾ 8 പേരെയും വളർത്തിക്കൊണ്ടുവരുന്നത് എത്ര ബുദ്ധിമുട്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് മദ്യപാനിയായിരിക്കുന്ന ഭർത്താവും. അമ്മ പിണങ്ങി വീട്ടിൽ പോകാൻ ഇടയായില്ല. എൻ്റെ ഭർത്താവിനെ മാറ്റണം എന്ന് പറഞ്ഞ് 12 വർഷം പ്രാർത്ഥിക്കുവാനിടയായി. എത്ര നാളാണ്? 12 ദിവസമാണോ? 12 ദിവസം പ്രാർത്ഥിച്ചിട്ട് നീ മിണ്ടാതിരുന്നാൽ ഒരിക്കലും മാറില്ല. എന്നിട്ട് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും. എൻ്റെ ഭർത്താവ് മാറില്ല, ചത്താലും മാറില്ല. ചത്തിട്ട് എങ്ങനെയാണ് മാറുന്നത്? എന്താണ്? നിനക്ക് സാധിക്കില്ലായിരിക്കാം, എന്നാൽ നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നും തന്നെയില്ല. മദ്യപാനിയെ മാറ്റിയെടുക്കുവാനുള്ള ശക്തി നമ്മുടെ കർത്താവിന് ഉണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കല്ല് പോലുള്ള നിങ്ങളുടെ ഹൃദയം മാറ്റി ഞാൻ മാംസമായ ഹൃദയം നൽകാം. നിന്റെ പാപകരമായ ഹൃദയത്തെ മാറ്റി വിശുദ്ധമായുള്ള ഹൃദയത്തെ ഞാൻ നൽകാം എന്ന് കർത്താവ് പറയുവാനിടയായി. 12 വർഷം എൻ്റെ മാതാവ് പ്രാർത്ഥിക്കാനിടയായി. ഒരു ദിവസം പിതാവ് സമുദ്രത്തിൽ ചാടി മരിക്കാം എന്ന് തീരുമാനിച്ച് പോവുകയാണ്. അപ്പോൾ വഴിയിലൊരു മീറ്റിംഗ് നടക്കുകയാണ്. ചെറിയൊരു സഭയിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഏതായാലും മരിക്കാൻ പോകുകയില്ലേ, മീറ്റിങ്ങിലൊന്ന് പോയേക്കാം, പ്രാർത്ഥിച്ചിട്ട് പോയി മരിക്കുകയാണെങ്കിൽ മോക്ഷം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചെന്നു. മദ്യപിച്ചിട്ടാണ് ചെന്നത്. അവിടെ കയറി ചെന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു, അവിടെ ഇരിക്കുക, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വചനം സംസാരിക്കുകയാണ്. ഒന്നും തന്നെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു യൗവനക്കാരനായിരിക്കുന്ന നീ എന്തുകൊണ്ട് മരിച്ചു പോകണം? നിനക്ക് വേണ്ടി നിന്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. അവനൊഴുക്കിയ രക്തത്താൽ നിനക്ക് പാപത്തിന്റെ ക്ഷമയുണ്ട്. ആ വാക്കുകൾ മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിയുവാനിടയായി. അവസാനം പ്രാർത്ഥിക്കുന്ന സമയമായപ്പോൾ അദ്ദേഹം മുൻപോട്ട് കടന്നു വന്നു. ദേവദാസിന്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും വെറുതെ പ്രാർത്ഥിക്കുമെന്ന്. എന്തിനാണ് വെറുതെ പ്രാർത്ഥിക്കുന്നത്? കൈവച്ചാൽ മതി പാസ്റ്റർ, വെറുതെ കൈവച്ചാൽ മതി. അതുകൊണ്ട് എന്താണ് കാര്യം? എൻ്റെ അടുക്കൽ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വന്നാൽ എന്തിനാണെന്ന് ഞാൻ ചോദിക്കും. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് വരണം. അതല്ലാതെ നിങ്ങൾ കഥ പറഞ്ഞിട്ട് അതങ്ങനെയാണ്, അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ 100 പേർ കാത്തു നിൽക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഒറ്റ വാക്കിൽ പറയുക, ചോറ് വെന്തോ ഇല്ലയോ എന്ന് 1 മണി നോക്കിയാൽ അറിയാൻ പറ്റും.
ഒരരി നോക്കിയാൽ അറിയുവാൻ കഴിയും. എനിക്ക് ആരോഗ്യ പ്രശ്നമാണ്, എനിക്ക് കുടുംബത്തിന്റെ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് ദുശീലമാണ്, ഭാര്യയ്ക്കും ഭർത്താവിന് സമാധാനമില്ല, എനിക്ക് മക്കൾ ഉണ്ടാകുന്നില്ല, ഞാൻ കടഭാരത്തിലായിരിക്കുന്നു, എനിക്ക് നല്ല ജോലിയില്ല, എനിക്ക് പരീക്ഷകളിൽ ജയിക്കുവാൻ കഴിയുന്നില്ല എന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള വിഷയമെല്ലാം ആർക്കറിയാം? നമ്മുടെ സാഹചര്യമെല്ലാം ദൈവത്തിന് നന്നായി അറിയാം. നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വരുവാൻ വേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. ചോദിക്കൂ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. അപ്പൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ മരിക്കാൻ പോകുന്നത്? എന്താണ്, ഭാര്യയും മക്കളുമൊന്നുമില്ലേ? എനിക്ക് ഭാര്യയുണ്ട്, അതുപോലെ 8 മക്കളുമുണ്ട്. പിന്നെന്താണ്, സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. വസ്തുവകയുണ്ട്, സമ്പത്തുണ്ട്, കാറുണ്ട്, ജീപ്പുണ്ട്. പിന്നെന്താ, ജോലി നഷ്ടപ്പെട്ടോ? ഇല്ല, ഞാനൊരു ഗസറ്റ് ഓഫീസറാണ്. പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ മരിച്ചു പോകുന്നത്? എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, എൻ്റെ ജീവിതത്തോട് എനിക്ക് വിരക്തി തോന്നിയിരിക്കുന്നു, അതുകൊണ്ട് മരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, അങ്ങ് മരിക്കേണ്ട കാര്യമില്ല, യേശുക്രിസ്തു അങ്ങയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. എന്നിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ദർശിച്ചു. അന്നു തന്നെ മനസ്സാന്തരപ്പെടാനിടയായി. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന സിനിമാ വാരികകളിലും ആവശ്യമില്ലാത്ത പുസ്തകങ്ങളും ബ്രാൻഡിക്കുപ്പിയും മദ്യക്കുപ്പിയും എല്ലാം ഒരുമിച്ച് തീയിട്ട് കത്തിക്കുവാൻ ഇടയായി. അടുത്ത ദിവസം തന്നെ 8 മക്കൾക്കും വേണ്ടി ഓരോരോ ബൈബിൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുവാൻ ഇടയായി. ഓരോരുത്തർക്കും ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, സഭയിൽ വരണമെന്ന്. ആദ്യം പിതാവിന്റെ മാറ്റത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം മദ്യപിച്ചു വന്നാൽ ചീത്ത വിളിക്കുമായിരുന്നു, അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് മാറിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് ദുഃഖമുണ്ടായി. കാരണം 3-ാം ദിവസം മുതൽ എന്നോട് മാനസാന്തരപ്പെടാൻ പറയുന്നു. അപ്പനാണെങ്കിൽ 40 വർഷത്തോളം തിന്നു കുടിച്ച് സുഖിച്ച് നടന്നു. എന്നിട്ട് മാനസാന്തരപ്പെട്ട് 3-ാം ദിവസം തന്നെ എന്നോട് മാറാൻ പറയുന്നു. എൻ്റെ അപ്പനോട് അത് പറഞ്ഞിട്ട് ഞാൻ പോരാടാനിടയായി. എന്നാൽ ദൈവം എന്നെ ദർശിച്ചു. അമ്മയുടെ 12 വർഷത്തെ പ്രാർത്ഥന കൊണ്ട് പിതാവിൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പിതാവിൻ്റെ 3 മാസത്തെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് മാറ്റമുണ്ടായി. എന്താണ്? നശിച്ചു പോകുന്നതിന് മുൻപേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ. നീ ഒരു മദ്യപാനിയായ പിതാവാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകില്ല. ഓർക്കണം, ഇന്ന് മദ്യപാനികളായിരിക്കുന്ന എത്രയോ ആളുകൾ, കടഭാരത്തിലായിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവം ഒരു വിടുതൽ ഇന്ന് കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ മനസ്സിന് മാറ്റമുണ്ടാകട്ടെ. നിങ്ങളുടെ കടഭാരങ്ങൾ മാറട്ടെ. പ്രാർത്ഥന. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ 2 കരങ്ങളും ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ ഏൽപ്പിച്ചു തരികയാണപ്പാ. നിന്നിൽ വിശ്വസിക്കുന്ന ഇവർ, നിന്നെ സ്നേഹിക്കുന്ന ഇവർ ചെയ്യുന്നതായ കാര്യങ്ങളെല്ലാം സാധിക്കുവാൻ നീ സഹായിക്കണമേ. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. അധ്വാന ഫലത്തെ അനുഗ്രഹിച്ച് 100 മടങ്ങ് പ്രതിഫലം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുത കാര്യം നീ ചെയ്യണമേ. നീ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമായതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്തം ഇവരുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നതിന് ഇനി കടം വാങ്ങുന്നവരായിട്ടല്ല, കടം കൊടുക്കുന്നവരായി തീരുവാന് അവരുടെ ജീവിതത്തിൽ നീ അത്ഭുത കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദ്യപാനികളായ സകല വ്യക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ബലഹീനതകളിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുന്നതിന് ഇനിയൊരിക്കലും ആ മദ്യപാനത്തിലേക്ക് പോകാതിരിക്കുവാൻ പുതിയൊരു ജീവിതം അവർക്ക് നീ കൊടുക്കണമേ അപ്പാ. കുടുംബ പ്രശ്നം കൊണ്ട് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കിയിട്ട് വേർപിരിയലിന്റെ വക്കിലായിരിക്കുന്നു. പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് മക്കളെ റോഡിൽ ഇറക്കി വിട്ടിട്ട് സമാധാനം നഷ്ടപ്പെട്ട് ഛിന്ന ഭിന്നമായി പോയിരിക്കുന്ന കുടുംബങ്ങളെ, ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിലും സമാധാനമില്ലാതിരിക്കുന്ന ദമ്പതികളെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഭിന്നത കൊണ്ടുവരുന്ന ദുരാത്മാവിന്റെ ശക്തികളെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കലഹങ്ങൾ കൊണ്ടുവരുന്ന സാത്താന്റെ ശക്തികളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ സമാധാനത്തോടെ ഐക്യതപ്പെട്ട് കുടുംബത്തെ പണിയുവാനുള്ള കൃപയും സഹായവും നീ കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 യേശുവേ
യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ